പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വേണ്ട. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങളിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനീസ് നിർമ്മിത HQ-16, HQ-9 സംവിധാനങ്ങളുടെ ഒരു പ്രകടനം ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇന്ത്യക്ക് മുമ്പിൽ പാകിസ്ഥാന് അടിയറവ് വെക്കേണ്ടി വന്ന സംവിധാനങ്ങളായിരുന്നു ചൈന പാകിസ്ഥാന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും മാറി മറ്റൊരു രാജ്യത്തിന്റെ ദീർഘദൂര വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള പര്യവേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിനിടെ നൂർ ഖാൻ, റഹിംയാൻ ഖാൻ എന്നിവയുൾപ്പെടെ പ്രധാന പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിലും തീവ്രവാദ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സേന കൃത്യമായ ആക്രമണമാണ് നടത്തിയത്. ഫ്രഞ്ച് വംശജരായ സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ പാകിസ്ഥാന്റെ, അതായത് ചൈന പാകിസ്ഥാന് നൽകിയ HQ-16, HQ-9 സംവിധാനങ്ങളെ തകർത്തെറിയുകയായിരുന്നു. ഒരു മിസൈലിനെ പോലും തടയാൻ ഇതിന് കഴിഞ്ഞില്ല. റഡാർ ജാമിങ്, സിഗ്നൽ അടിച്ചമർത്തൽ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ EW കഴിവുകൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ഫലപ്രദമായി തന്നെ ഇല്ലാതാക്കി. 40 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള HQ-16ഉം 200 മുതൽ 300 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള HQ-9 വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യോമ ഭീഷണികൾക്കെതിരായ ശക്തമായ പരിഹാരങ്ങളായിട്ടാണ് ചൈന പാകിസ്ഥാന് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ചൈന പാകിസ്ഥാന് നൽകിയ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ തകർച്ച ഇപ്പോൾ പാകിസ്ഥാനിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രധാന വ്യോമ താവളങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് ഇപ്പോൾ പാകിസ്ഥാനിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ UAVകളും യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും പാകിസ്ഥാന്റെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കി. ഇതിന് മറുപടിയായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും മാറി മറ്റൊരു രാജ്യത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് മറ്റൊരു രാജ്യമെന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കിയുടെ നൂതനമായ സീപ്പർ-1, സീപ്പർ-2 ദീർഘദൂര വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ കണ്ണുപോയിരിക്കുന്നത്. തുർക്കിയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം എന്നത് നൂതന സാങ്കേതിക വിദ്യയ്ക്കും വിശ്വാസ്യതയ്ക്കും പേര് കേട്ടതാണ്. ഇതിനകം തന്നെ പ്രവർത്തനക്ഷമമായിരിക്കുന്ന സീപ്പർ ബ്ലോക്ക് 1 ഗൈഡഡ് മിസൈലിനെ 70 കിലോമീറ്റർ ദൂരത്തിൽ വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഇത് HQ-16 സമാനമായ ശേഷിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മെച്ചപ്പെട്ട റഡാർ മാർഗനിർദ്ദേശ സംവിധാനങ്ങളാണ് ഇവയിലുള്ളത്. അതായത് HQ-16നെക്കാട്ടിലും ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് തുർക്കിയുടെ സ്വീപ്പർ-1. ഇതിന്റെ മറ്റൊരു വകഭേദമാണ് സ്വീപ്പർ ബ്ലോക്ക് 2. അതായത് ഇതിപ്പോൾ നിലവിൽ പരീക്ഷണത്തിലാണ്. 2026ഓടെ തുർക്കി വ്യോമസേനയിൽ ഇത് പ്രവർത്തനത്തിലാകും എന്നാണ് പറയുന്നത്. ഈ സ്വീപ്പർ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇതിന്റെ ഇടപെടൽ പരിധി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആയിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത്. സ്റ്റെൽത്ത്, ജാമിംഗ് ഭീഷണികളെ നേരിടുന്നതിനുള്ള ആധുനിക സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് HQ-9ന്റെ നേരിട്ടുള്ള എതിരാളിയായിട്ടാണ് ഇത് ഉയർന്നു വന്നിരിക്കുന്നത്. റഡാർ ജാമിങ്ങിനും ഇലക്ട്രോണിക് യുദ്ധത്തിനും എതിരായ സിസ്റ്റത്തിന്റെ പ്രതിരോധ ശേഷി തുർക്കി വ്യോമസേന വിലയിരുത്തുന്നുമുണ്ട്. ഇത് പാകിസ്ഥാന്റെ സമീപകാല അനുഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ ഇതൊരു നിർണായക ഘടകം തന്നെയാണ്. പതിറ്റാണ്ടുകളായി ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ ചൈനയ്ക്ക് പുറത്തെ തങ്ങളുടെ പ്രതിരോധ ഏറ്റെടുക്കലുകൾ കൂട്ടാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത്. ഇപ്പോൾ ഈ HQ-16ഉം HQ-9 എന്നിവയുടെ മോശം പ്രകടനം പാകിസ്ഥാനെ നാണക്കേടിലാക്കുക മാത്രമല്ല ചെയ്തത്, ബീജിംഗുമായുള്ള പ്രതിരോധ ബന്ധത്തെ ഇത് വഷളാക്കുകയും ചെയ്തു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ചൈനയുടെ HQ-16ഉം HQ-9ഉം പരാജയപ്പെട്ടപ്പോൾ ചൈന പറഞ്ഞത് പാകിസ്ഥാൻ ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നായിരുന്നു. ചൈനയുടെ ഈ യുദ്ധോപകരണങ്ങൾ പാകിസ്ഥാന് പ്രവർത്തനക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ചൈനീസ് നെറ്റിസൺമാർ പരസ്യമായി വിമർശിച്ചത്. ഇതിന് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ S-400, ആകാശ്, തദ്ദേശീയ ജാമറുകൾ തുടങ്ങിയ സംവിധാനങ്ങളാൽ ശക്തിപ്പെടുത്തിയ വ്യോമ പ്രതിരോധ ഇലക്ട്രോണിക് യുദ്ധശേഷികൾ ഇന്ത്യ ഉയർത്തുന്ന സങ്കീർണമായ ഭീഷണികളെ നേരിടാൻ വേണ്ടി കൂടുതൽ ശക്തമായ ബദലുകൾ തേടാൻ പാകിസ്ഥാനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ നിലവിലെ ദുർബലതകളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന നിരവധി ഗുണങ്ങളാണ് ഈ സീപ്പർ സിസ്റ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഇലക്ട്രോണിക് യുദ്ധത്തെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇവയുടെ നൂതന റഡാർ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യ ഉപയോഗിക്കുന്ന ജാമിംഗ് തന്ത്രങ്ങളെ നേരിടാൻ കഴിയും.
അതേപോലെ തന്നെ ബ്ലോക്ക് 2-ന്റെ 150 കിലോമീറ്റർ ശ്രേണി പാകിസ്ഥാന് വിശ്വസനീയമായ ദീർഘദൂര പ്രതിരോധ ഓപ്ഷനാണ് നൽകുന്നത്. ഇത് HQ-9 മൂലം പാകിസ്ഥാനുണ്ടായ പരാജയങ്ങളുടെ അവശേഷിപ്പിച്ച വിടവ് നികത്താൻ സാധിക്കും. തുർക്കിയുടെ പ്രതിരോധ വ്യവസായം ഇപ്പോൾ വൻ രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ സംവിധാനങ്ങളിൽ വിജയം കണ്ട ബെയ്രക്ടർ TB2 ഒക്കെ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. യുദ്ധത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ചൈനീസ് ഉപകരണങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം തങ്ങളുടെ സേനയെ നവീകരിക്കാനും ശ്രമിക്കുന്ന പാകിസ്ഥാനെ ആകർഷകമായ ഒരു പങ്കാളിയായി ഇപ്പോൾ തുർക്കി ഉയർന്നു വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് കിട്ടിയ വമ്പൻ അടി, പാകിസ്ഥാന് കിട്ടിയ നിരാശ ഇപ്പോൾ ഈ പ്രതിരോധ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാനുള്ള തന്ത്രപരമായ ശ്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കുകൾ നടത്താനുള്ള IAFന്റെ കഴിവ്, നമ്മുടെ ഇന്ത്യയുടെ കഴിവ് പാകിസ്ഥാന്റെ പുതിയ സംവിധാനങ്ങൾ സ്വന്തമാക്കുക മാത്രമല്ല അവരുടെ EW കഴിവുകളും പരിശീലന പ്രോട്ടോകോളുകളും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അടിവരയിടുന്നുണ്ട്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.